പുണ്യമാസത്തിലേറെ പ്രധാനമായ 17-ാം രാവിൽ സമൂഹ നോമ്പുതുറയ്ക്ക് പുതിയ ചരിത്രം. പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഗ്രാൻഡ് മസ്ജിദിലാണ് ഗ്രാൻഡ് ഇഫ്താർ നടന്നത്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമിനി. ഇതാണ് ഗ്രാൻഡ് മസ്ജിദിലെ ഗ്രാൻഡ് ഇഫ്താർ. ജാമിയൽ ഫത്വയിൽ പുതിയ ചരിത്രം എഴുതി ചേർത്തു. ബദറുൽ കുബ്ര ആത്മീയ സമ്മേളനത്തിന്റെ ഭാഗമായി മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിയൽ ഫത്വയിൽ നടന്ന ഗ്രാൻഡ് ഇഫ്താറിൽ 10,000-ങ്ങളാണ് ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്നത്. സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നും ബദറുൽ കുബ്ര ആത്മീയ സമ്മേളനത്തിനെത്തിയവരാണ് ഏറെയും. വിദേശ പ്രതിനിധികളുമുണ്ട്. പള്ളിക്കകത്തും പുറത്തും വിരിവിരിച്ച് ആയിരങ്ങൾ ഒരുമിച്ചിരുന്നു ബദർ ഓർമ്മ പുതുക്കി ആത്മീയ നിർവൃതിയോടെ നോമ്പുതുറ. ആത്മീയ സമ്മേളനം ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. യുദ്ധത്തിൽ പോലും സ്ത്രീകളെയും വൃദ്ധരെയും കുട്ടികളെയും ആക്രമിക്കരുതെന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇതെല്ലാവരും എപ്പോഴും ഓർക്കണമെന്നും കാന്തപുരം പറഞ്ഞു. വലിയവനും ചെറിയവനും എന്ന ഭേദമില്ലാതെ ഒരുമിച്ചായിരങ്ങൾ നോമ്പ് തുറക്കുന്നത് മെക്കയെയും മദീനയെയും ഓർമ്മപ്പെടുത്തുന്നുവെന്നും കാന്തപുരം 24-നോട് പറഞ്ഞു. മക്ക മദീനയിലെ രണ്ട് ഹറമിൻ്റെയും പുറത്ത് വിരിപ്പ് വിരിച്ചിട്ട് എല്ലാ വലിയ കുബേര മുഴുവൻ ആളുകളും ഇരിക്കും നോമ്പ് തുറക്കാൻ. അവരുടെ സദസ്സിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യും. അതുപോലെ ഇന്ന് അള്ളാഹുവിൻ്റെ സഹായത്താൽ ഇവിടെ എത്രയോ വലിയ ആൾക്കാരും അഭിവൃദ്ധിയുള്ള ആളുകളും പണക്കാരും പണ്ഡിതന്മാരും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു നോമ്പുതുറയാണ്. വലിയ പണക്കാർ, രാഷ്ട്രീയ നേതാക്കൾ, ഇവരോടൊപ്പം ഒരുപാട് സാധാരണ തൊഴിലാളികൾ ഇവിടെ സന്തോഷത്തോടെ നോമ്പ് തുറന്നു. റമദാൻ ഇസ്ലാം ജനതയ്ക്ക് വ്രതശുദ്ധിയോടെയുള്ള ആത്മനവീകരണത്തിൻ്റെതാണ്. ഒപ്പം സാഹോദര്യത്തോടെ ചേർത്തുപിടിച്ച് പരസഹായം നൽകലിൻ്റെതും. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ഈ ജാമിയൽ ഫത്വയിൽ. അതെ, ഈ ഗ്രാൻഡ് മസ്ജിദിലെ ഗ്രാൻഡ് ഇഫ്താറിൽ. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.